അതായത് മൂന്നാറായാലും എവിടെയായാലും അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞത്. അതെന്ന് വെച്ചാൽ എല്ലായിടത്തും 15 മാസം കൊണ്ട് ഞാൻ കില്ലും പഠിക്കുന്നത്. കാരണം കൂടെ എടുത്തിട്ടുണ്ട് അത് മനസ്സിലുള്ള. അപ്പോൾ ഇന്ന് കൊച്ചിയിലെ ഫസ്റ്റത്തെ നോക്കുന്ന ദിവസമാണ്. ഞാൻ അതായത് കുറേ സ്ഥലത്ത് പണിക്ക് എല്ലാം പോയിട്ടുണ്ട്. അതായത് മൂന്നാറായാലും എവിടെയായാലും അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞത്. അതെന്ന് വെച്ചാൽ എല്ലായിടത്തും 15 മാസം കൊണ്ട് ഞാൻ കില്ലും പഠിക്കുന്നത്. കാരണം കൂടെ എടുത്തിട്ടുണ്ട് അത് മനസ്സിലുള്ള. അവിടെ രണ്ടാക്കും പെട്ടെന്ന് പണിൻ്റെ മൂട് പോകും. അപ്പോൾ ഇതിന്ന് ഫസ്റ്റത്തെ അതായത് ഇതുവരെ ഞാൻ ജനിച്ചിട്ട് നോമ്പിന്ന് ഞാൻ വീട്ടിൽ നിന്ന് മാറിയിരുന്നില്ല. ഫസ്റ്റ് ദിവസം അപ്പം നമുക്ക് എന്താ അവസ്ഥ നോക്കാം. 5 മണിക്ക് എണീച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡും ഇതും തന്നു പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ ആണെങ്കിൽ ഇൻസ്റ്റാമാർട്ടേ ഓർഡർ ചെയ്തു. ഒരു രസമില്ലാത്ത പീനട്ട് ബട്ടർ. ഇവിടെ ഒരു കഫേ ഉണ്ട്. ഏകദേശം 5 മണി കറക്റ്റ് ഒരു കഫേ ഉണ്ട്. അവിടെ ഒരു ചായയും ഇത് കഴിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ. അപ്പോൾ മോർണിംഗ് എണീച്ചപ്പോൾ ഈ 5 മണിക്ക് എണീച്ചപ്പോൾ ഉള്ള ഫീൽ എന്താ അറിയാം. ഡെയിലി വിചാരിക്കും ഈ 5 മണിക്കെല്ലാം നട്ടണം 5 മണിക്കെല്ലാം നട്ടണം. പക്ഷേ ഇതുവരെ ഒരു ദിവസം എത്തിയാൽ പിറ്റേ ദിവസം നട്ടാണ്ട്. അപ്പോൾ ഇപ്പം നോമ്പല്ല. അപ്പോൾ എന്തായാലും നെറ്റിയേ പറ്റുള്ളൂ. അത്താൻ വെക്കണം, അതായത് ഫുഡ് കഴിക്കണം. ഇനി പിന്നെ അതാ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇനി 6-6:30 ആവേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് 5 മണിയാകുമ്പോൾ എണീച്ച് പരിപാടിയാണ് പ്ലാനാണ് നടക്കുമെന്ന് അറിയില്ല. നമുക്ക് പയ്യെ നോക്കാം. 5 മണി ആകുമ്പോൾ എണീച്ച് അത്തായെല്ലാം വെച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് സ്വിഗ്ഗി ഇറങ്ങണം ഒരു 11-12 മണി വരെ. അപ്പോൾ കുറച്ച് പൈസയും ഉണ്ടാവും, നല്ല രസവും ഉണ്ടാവും. ഞാൻ അവിടെ നിന്ന് ചായയും കുടിച്ച് അവിടെ 40 2 വടിയും 2 ചായയും കുടിച്ച് പള്ളിയിലേക്ക് നോക്കാം. എന്താ അറിയില്ല, കണ്ണൂരിൻ്റെ അത്ര ഒരു തണുപ്പ് കിട്ടുന്നില്ല മോർണിംഗ് എണീച്ച് വെച്ച്. നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടേ എന്താണെന്ന് വെച്ചാൽ 15 ദിവസം കൊണ്ട് പണിക്കുന്ന ഒയിന് അതെന്താ സംഭവം എന്നറിയോ. ഞാനും ഒരുത്തനും ഞാനിങ്ങനെ വേറൊരു സ്ഥലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരാഗ്രഹം നല്ല തണുപ്പത്ത് പോയിട്ട് പണിയെടുക്കണം. ഞാൻ എന്ത് ചെയ്തു, ഉള്ള ഗൂഗിളിലെല്ലാം തപ്പി റിസോർട്ടെല്ലാം നോക്കി. മൂന്നാറാണ് നോക്കിയത്. ലാസ്റ്റ് എനിക്ക് ഒരു റിസോർട്ടിൽ പണി കിട്ടി. അപ്പോൾ ഞാൻ കൂടെ ഒരുത്തനും കൂടി കൂട്ടി. അത് എൻ്റെ തെറ്റാണ് കൂട്ടിയത്. 15 ദിവസം പണിയെടുത്ത് അത്യാവശ്യം നല്ല സാലറിയും നല്ല ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. ഇവൻ എന്ത് ചെയ്തെന്നറിയോ. ഇവൻ 15-ാം ദിവസം ഒരു ഉറക്കത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് കോളേജ് പഠിക്കണം പെട്ടെന്ന് പോയേ പറ്റൂ, ഇനി എന്നാൽ ശരിയാവില്ല കോളേജ് ആലോചിക്കണം കോളേജ്. അപ്പം തന്നെ അവിടെ നിന്ന് കീനി അവിടെ നിന്ന് 2000-3000 രൂപ തരാണ്ടായിരുന്നു ബാലൻസ്. ഇവൻ പറഞ്ഞ് കണക്കെല്ലാം ശരിയാണ്, ഞാനെല്ലാം നോക്കിയിരുന്നു. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മുങ്ങി അവിടുന്ന്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ എന്താ ചെയ്തേ അറിയോ. ഇവൻ കോളേജ് 10 ദിവസം പോയിട്ട് അവൻ കോളേജ് നിർത്തി. എന്നിട്ട് അതെന്ത് നിർത്താൻ കാരണം എന്താ അറിയോ, അവിടുത്തെ പിള്ളേർ ശരിയില്ലാന്ന് പറഞ്ഞിട്ട് വേറൊരു കോളേജിൽ പോയി. അവിടുന്ന് ചവിട്ടി പുറത്തിട്ട്. അപ്പോൾ പണിയും പോയി കോളേജും പോയി. ഞാൻ മൂഞ്ചിയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ കൊച്ചിയിൽ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അത് ഓനെ തന്നെ കൂട്ടിച്ചാൽ വന്നത്. എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല. മാർച്ച് 11-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ബാക്കി വ്ളോഗ് ഞാൻ ഇടാം. പള്ളിക്ക് പോകാൻ വേണം. ഓക്കെ.